IFFKയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ 4 ദിവസമായി IFFKയിൽ നമ്മുടെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള തുടങ്ങിയിട്ട് ഇതിൽ എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തവണ വിവാദം എന്ന് വെച്ചാൽ നമ്മൾ 19 സിനിമകൾ അവിടെ പ്രദർശിപ്പിക്കാനുള്ള അനുമതി കേന്ദ്രത്തിൻ്റെ മന്ത്രാലയം കൊടുത്തില്ല. അതിന് ഉള്ള കാരണമായിട്ട് പറയുന്ന അപേക്ഷ സമർപ്പിക്കാൻ വൈകി എന്നുള്ള കാരണമാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. കൃത്യസമയത്ത് അതിൻ്റെ പ്രോസസ്സൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അവർ അനുമതി തന്നിരുന്നില്ല. ആദ്യം ചലച്ചിത്രമേള തുടങ്ങിയതിന് ശേഷമുള്ള ഓരോ ഘട്ടമായിട്ടാണ് ഇതിനുള്ള അനുമതി തരുന്നത്. പക്ഷേ ഫലസ്തീനിൽ നിന്നുള്ള 4 ചിത്രങ്ങൾക്കടക്കം 19 ചിത്രങ്ങൾക്കാണ് അനുമതി നൽകാതിരുന്നത്. ഇതിൽ 4 ചിത്രങ്ങൾക്ക് ഇന്നിപ്പോൾ അനുമതി കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം ഈ സർക്കാരിൻ്റെ കീഴിലുള്ള സെൻസർ ബോർഡിൻ്റെ ഇഷ്യൂസ് അടക്കം നമ്മുടെ മുമ്പിലുണ്ട്. അതേസമയം ഈ ചിത്രങ്ങൾ ഇന്നലെ അടക്കം ഷെഡ്യൂൾ ചെയ്തിരുന്ന ചിത്രങ്ങളായിരുന്നു പ്രദർശനം തടസ്സപ്പെട്ടത്. ഇന്നാണെങ്കിൽ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഈ ചിത്രങ്ങളെല്ലാം കേന്ദ്രത്തിൻ്റെ അനുമതി ഇല്ലെങ്കിൽ പോലും ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുമെന്നൊരു ധീരമായ നിലപാട് കേരളം ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ആദ്യം അജിംസ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥലത്തില്ല എന്നുള്ളൊരു വിവാദം ഇതിൻ്റെ ഒപ്പം സൈഡിൽ ആൾക്കാർ പറയുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ ചെയർമാനായിട്ട് ചുമതലയേറ്റ റസൂൽ പൂക്കുട്ടി കാരണങ്ങൾ നിരത്തുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഈ സമീപകാലത്ത് ഹാൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അടക്കമുള്ള സിനിമകൾക്ക് സെൻസർ ബോർഡ് ഇടപെട്ടിട്ടുള്ള പ്രശ്നങ്ങളും അറിയാം. ഇപ്പോൾ ഈ 19 സിനിമകളെ സംബന്ധിച്ചുള്ള വിവാദം ഇവർ പറയുന്ന സാങ്കേതിക പ്രശ്നമാണോ അല്ലയോ എന്നുള്ളത് കേരളത്തിൽ താമസിക്കുന്ന ജനങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഡോക്ടർ ബിജു, സംവിധായകൻ ഡോക്ടർ ബിജു ആണ് അത് സംബന്ധിച്ച ഒരു വിമർശനം ഉയർത്തിയത്. ഇത് നേരത്തെ അനുമതി ചോദിച്ചിരുന്നു. മുമ്പൊക്കെ ഇവിടെ IFFK നടന്നപ്പോൾ ഇങ്ങനെ പ്രശ്നമില്ലല്ലോ, ഇപ്പോൾ മാത്രം എന്താ പ്രശ്നം? അക്കാദമി ചെയർമാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതാണ് അദ്ദേഹത്തിൻ്റെ നാരേറ്റീവ്. അത് ഒട്ടും ശരിയല്ല. കാരണം എന്തുകൊണ്ടാണ് ഈ 19 സിനിമയ്ക്ക് അനുമതി നിഷേധിച്ചെന്നുള്ളത് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും അറിയാം. അപ്പോൾ പടങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ഈ പടങ്ങൾക്ക് തന്നെ മുമ്പ് കൽക്കത്ത ഫിലിം ഫെസ്റ്റിവലിലും അനുമതി നിഷേധിച്ചിട്ട് അവരവിടെ പ്രദർശിപ്പിച്ചിരുന്നെന്ന് സയ്യിദ അക്തർ മിർസ പറയുന്നുണ്ട്, സംവിധായകൻ. ഓക്കെ, അത് അനുമതി നിഷേധിച്ചിട്ടാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവിടെ ഈ 19 സിനിമകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിൽ ചിരി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ നിങ്ങൾ ബംഗാൾ ഫയൽസ് എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ കേന്ദ്രം. കാരണം ഗോവയിൽ നടന്ന IFFIയിൽ ഈ ബംഗാൾ ഫയൽസ് പോലുള്ള പ്രൊപ്പഗൻഡ സിനിമകളാണ് പ്രദർശിപ്പിച്ചത്. അപ്പോൾ ഇതിലങ്ങനെയുള്ള സിനിമകളില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. നിങ്ങൾ അതൊക്കെ എടുക്കുക. അല്ലാണ്ട് ഈ ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ പോലുള്ള 1926 സിനിമകളൊന്നും അല്ല ഇവിടെ വേണ്ടത് എന്നായിരിക്കും അവർ പറഞ്ഞത്. എന്താണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയിലെ മുഴുവൻ ഫിലിം സൊസൈറ്റികളിലും കണ്ടിട്ടുള്ള സിനിമാ കുതികളായ മുഴുവൻ മനുഷ്യരും കണ്ടിട്ടുള്ള ഒരു ക്ലാസിക്കാണ് സിനിമ. അതിലെന്ത് സെൻസർഷിപ്പാണ് തടയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൽ രസം എന്ന് വെച്ചാൽ അതല്ല. ഇപ്പോൾ ഈ ഫലസ്തീൻ സിനിമകൾ എന്നാൽ കാണിക്കണ്ട, അതിൽ ഫലസ്തീൻ അനുകൂലമായിരിക്കും എന്ന് വിചാരിച്ച് ആയിരിക്കും ചിലപ്പോൾ തടഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫലസ്തീൻ സിനിമകളെന്ന് പറഞ്ഞു വരുന്ന സിനിമകളൊന്നും ഫലസ്തീൻ കോസുമായി ബന്ധപ്പെട്ട സിനിമകളേ അല്ല. അപ്പോൾ വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗാസ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഇതിൽ ഒരു വനിതാ സംവിധായകരുടെ സിനിമയാണ്. ആ സിനിമയുടെ പ്ലോട്ട് തന്നെ ഈ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷമേ അല്ല. ഗസയ്ക്കകത്ത് ഹമാസ് ഗവർണൻസ് അതിനകത്ത് നടക്കുന്ന ഒരു കഥയാണതിൽ. അത് യഥാർത്ഥത്തിൽ ഹമാസിന് ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിനിമയാണ്. അതുപോലും ആർക്കറിയില്ല. ഒരു വിചാരം ഫലസ്തീൻ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാം ഫലസ്തീൻ കോസിന് വേണ്ടിയുള്ള സിനിമയാണെന്നാണ്. അതിൽ ഒട്ടുമിക്ക സിനിമകൾ ഇപ്പോൾ അബ്ദുറഹ്മാൻ സിസാക്കോ എന്ന് പറഞ്ഞൊരു ആഫ്രിക്കൻ മാലി സംവിധായകനുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെയാണ് സർട്ടിഫിക്കറ്റ് നിരോധിച്ചിട്ടുള്ളത്. അതെന്തിനായിരിക്കും? ഒരു ആഫ്രിക്കൻ സംവിധായകൻ്റെ ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിനും ഒക്കെ എന്താണ് അതിൻ്റെ കാരണം? കാരണം ഇവർ നോക്കുമ്പോൾ ഇതൊക്കെ എന്തോ നമുക്ക് ഇന്ത്യക്കെതിരായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഫലസ്തീൻ കോസിന് വേണ്ടിയുള്ളതാണെന്നൊക്കെ അവരങ്ങ് ധരിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്ലോട്ട് പോലും അതിൻ്റെ സിനോപ്സ് പോലും വായിച്ചു നോക്കിയതാണ് അവർ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതെന്നാണ് അതിന് മനസ്സിലാവുന്നത്. പക്ഷേ അതിൽ അനുമതി നിഷേധിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സിനിമയുണ്ട്. അത് സന്തോഷാണ്. സന്തോഷ് ഞാൻ കണ്ട സിനിമയാണ്. സന്തോഷ് ഒരു ഫ്രഞ്ച് സിനിമയാണ്. സന്തോഷിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സന്തോഷ് ഇന്ത്യയിൽ അത് ഏതെങ്കിലും തരത്തിൽ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിനിമയേ അല്ല, യഥാർത്ഥമായി കാണിക്കുന്നു, ഇന്ത്യയുടെ അവസ്ഥ കാണിക്കുന്നു എന്നാണ്. ഒരു വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം പോലീസിൽ വരുന്ന ഒരാൾ എങ്ങനെയാണ് പോലീസ് ഈ ഇന്ത്യയിലെ വ്യത്യസ്ത കാസ്റ്റുകളോട് പെരുമാറുന്നത്, വ്യത്യസ്ത ജനസമൂഹങ്ങളോട് പെരുമാറുന്നത് എന്നുള്ളതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം. അത് കാണുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നുക. കാരണം ഇങ്ങനെ തന്നെയാണ് ഇന്ത്യയിൽ നടക്കുന്നുള്ളത് എല്ലാ ഇന്ത്യക്കാർക്കും അറിയാം. അങ്ങനെ ഒരു ക്രിട്ടിക്കൽ എന്ന് പറയാവുന്ന സിനിമയല്ല അത്. എന്നിട്ട് ആ സിനിമയ്ക്ക് ഇന്ത്യയിൽ അനുമതി നിഷേധിച്ചിരുന്ന നേരത്തെ ഇപ്പോൾ ഈ പറയുന്ന IFFKയിലും അതിന് അനുമതി നിഷേധിക്കുകയാണ്. അപ്പോൾ ആ സിനിമകളെക്കുറിച്ചുള്ള കേന്ദ്രത്തിൻ്റെ നിലപാടാണ്. നിങ്ങൾ ബംഗാൾ ഫയൽസ് കാണിക്കുക, കശ്മീർ ഫയൽസ് കാണിക്കുക, കേരള ഫയൽസ് കാണിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറം ആ സിനിമകളോടുള്ള വെറുപ്പാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. നിഷാദ്, ഈ IFFK തുടങ്ങിയിട്ടത് 30ാമത്തെ വർഷമാണ്. മുമ്പെങ്ങും നമുക്ക് കേട്ടുകളില്ലാത്തൊരു കാര്യമാണ് ഇത്തവണ സംഭവിച്ചിരിക്കുന്ന. നമുക്കറിയാം ഈ സെൻസർ ബോർഡ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സമീപകാലത്തുണ്ടായ എല്ലാ വിവാദങ്ങളും അറിയാം. ഇത്തവണയാണ് കേരളം തമിഴ്നാടൊക്കെ കൈക്കൊള്ളുന്ന പോലെ ധീരമായ ഒരു നിലപാടെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. എല്ലാ ചിത്രങ്ങളും പ്രദർശിപ്പിക്കും എന്നുള്ളത്.
മൊത്തത്തിൽ എങ്ങനെയാണ് ഈ സംഭവം? സംഭവം വെച്ചാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയിൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം, സ്വതന്ത്രമായ സിനിമാ നിർമ്മാണം, പ്രദർശനം, അല്ലെങ്കിൽ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അതിൻ്റെ അവസ്ഥ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഹാൽ എന്ന് പറയുന്ന സിനിമ കോടതി അനുമതിയോടെ പ്രദർശനത്തിന് വരുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ അവരുടെ പോസ്റ്റർ കണ്ടത്. അപ്പോൾ എന്താണ് ഇന്ത്യയിലെ സിനിമ എങ്ങനെയായിരിക്കണം, അത് ലോകത്തിന് എങ്ങനെയാണ് മാതൃകയാകേണ്ടത്, ലോകത്തിന് അത് ഷോക്കേസ് ചെയ്യാൻ കഴിയുന്ന ഭയങ്കര കലാമൂല്യമുള്ള സിനിമകൾ നമുക്ക് എടുക്കാൻ പറ്റണമെന്നൊരു വിഷൻ ഉണ്ടാവണമല്ലോ, ഭരണകൂടത്തിനുണ്ടാവണമല്ലോ. നമ്മളൊരു ഫുട്ബോൾ രംഗത്ത് നമ്മൾ ഉയർന്നു വരണം, സിനിമാ രംഗത്ത് നമുക്ക് ലോകത്ത് ക്ലാസിക്കൽ ഉണ്ടാക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ദാർശനികമായ, സാമ്പത്തികമായ, ഭരണപരമായ പിന്തുണ കൊടുക്കാൻ കഴിയണം എന്നൊക്കെയല്ലേ ഒരു ഭരണകൂടം ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ ഭരണകൂടം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഭരണകൂടത്തിൻ്റെ സകലമാന ആലോചനകളും ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അവർക്കെന്ത് ഗുണമുണ്ടാകും എന്നതിനെ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ്. ഇവിടെ മനുഷ്യന്മാർക്കിടയിൽ എങ്ങനെയൊക്കെ അത് പ്രവർത്തിപ്പിക്കാൻ കഴിയും, ഇവിടെ എങ്ങനെയൊക്കെ അഗ്നി പടർത്താൻ കഴിയുമെന്ന് ആലോചിച്ച് മാത്രമാണ് സകല കാര്യത്തിലും തീരുമാനിക്കുക. ചില സമയത്ത് വിദേശ പോളിസികളിൽ പോലും സിനിമ ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും. അപ്പോൾ നേരത്തെ അജിംസ് പറഞ്ഞാൽ അവർ ആലോചിക്കുന്നുണ്ടാവുക കശ്മീർ ഫയൽസ് എവിടെ, അത് കൊണ്ടുവന്നിട്ട് ആദ്യം പ്രദർശിപ്പിക്കുക, ഉദ്ഘാടന ചിത്രം, അതിനുശേഷം രജത ജഗോരം മറ്റുണ്ടെങ്കിൽ ഒന്ന് അതിനും കൊടുക്കുക, ബാക്കി നിങ്ങൾ വല്ല ലോക്കൽ സിനിമകളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തുകൂടെ? അതല്ലേ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഒരു കൾച്ചർ എന്നായിരിക്കും അവർ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന അന്താരാഷ്ട്ര സിനിമകളൊക്കെ അന്താരാഷ്ട്ര സിനിമകളെന്ന് വെച്ചാൽ അവരുടെ ആലോചനാ പരിധിയിലേക്ക് അത് വരുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഭയങ്കര ഒരു വിഭാവനത്തിന് കഴിയുന്ന ചിന്താശേഷിയുള്ള ഒരു ആശയവുമല്ല ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. അങ്ങനെയല്ലോ, ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് നമ്മളതിനെ എങ്ങനെ ഇൻക്ലൂസീവ് ആവണം, എങ്ങനെയൊക്കെ നമ്മുടെ കലാമൂല്യം വർദ്ധിപ്പിക്കണം, നമുക്ക് ഏതൊക്കെ ജീവിത പഥങ്ങൾ ഡിസ്കസ് ചെയ്യണം, അങ്ങനെയൊന്നുമുള്ള ഒരു വലിയ വിഭാവന ശേഷി സത്യത്തിൽ അവർക്കില്ല. അതൊരു ഘടകമാണ്. പിന്നെ വേറൊന്നുണ്ട്, ഈ ഇത്തരം സിനിമകളും അത് കൊണ്ടുവരുന്ന പ്ലോട്ടും എല്ലാം കൊണ്ടുവരുന്നത്. ഇപ്പം ഇവിടെ തടയപ്പെട്ട സിനിമകൾ വിപ്ലവത്തെക്കുറിച്ച് സംസാരിക്കുന്ന സിനിമകൾ, സമരങ്ങളെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സിനിമ. ബീഫ് എന്ന് വരുന്ന സിനിമയുണ്ട്. ആ സിനിമയ്ക്ക് ഇവരുടെ ബീഫുമായിട്ട് യാതൊരു ബന്ധമില്ല, പക്ഷേ പേര് കണ്ടു അപ്പോഴേ അവർ വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു എലമെൻറ്റ്. രണ്ടാമത്തത് ഈ പറഞ്ഞ വിപ്ലവത്തെയും ജനാധിപത്യത്തെയും സമരങ്ങളെയും സാമ്രാജ്യത്വ വിരുദ്ധതയും ഫാസിസ്റ്റ് വിരോധം, അതിന് ഇന്ത്യൻ ജാതീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സിനിമയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അത് അവരെ സംബന്ധിച്ച് അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ആശയത്തിനെതിരാണ്. ആളുകളെ ചിലപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ച് ചിന്തിപ്പിച്ചേക്കാം, പുതിയ തലമുറയെ ആളുകളെ ജാതിയെക്കുറിച്ച് ചിന്തിപ്പിച്ചേക്കാം. അതൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ തടയാനുള്ള പരിശ്രമം സകല വഴിക്ക് അവർ നടത്തും. ഇപ്പോൾ ഇവിടെ നമ്മളത് പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. പക്ഷേ അവരുടെ ഒരു മൂഡ് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം സിനിമകൾ ഇവിടെ എന്തെല്ലാത്തിൻ്റെ പേര് വെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇതിന് തുടർച്ച ഉണ്ടാവും തന്നെ വിചാരിക്കണം. ഇതിപ്പോൾ നമ്മളിവിടെ ഈ ചലച്ചിത്രമേള ആയതുകൊണ്ട് ഇപ്പോൾ പ്രദർശിപ്പിക്കാൻ പറ്റും. അങ്ങനെ ബംഗാളിലും മുമ്പ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വെട്ടാനാണ് അവർ ഇറങ്ങിയിരിക്കുന്നതെന്ന കാര്യം നമ്മൾ നന്നായി ഓർത്തു വയ്ക്കുന്നതാണ്. അതെ, ഗോവയിലെ നമ്മുടെ ദേശീയ ചലച്ചിത്രമേളയെ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് എങ്ങനെയാണ് ഇവർ മാറ്റിയെന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയ ചലച്ചിത്ര അവാർഡിൽ പരിഗണിക്കപ്പെടുന്ന ചിത്രങ്ങൾ അവാർഡ് കൊടുക്കുന്ന താരങ്ങൾ ആരൊക്കെയെന്നത് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ ഈ നടപടിയിൽ നമ്മൾ ഞെട്ടലും അത്ഭുതമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല.